കഴിഞ്ഞ ചൊവ്വാഴ്ച നേരം പുലർന്നത് കേരളം മുഴുവൻ ഞെട്ടിത്തരിച്ച ഒരു വാർത്തയുമായാണ്. ഒന്ന് ഇരുട്ടി എഴുന്നേറ്റപ്പോഴേക്കും ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാണ്ടായ ഒരു ഉരുൾപൊട്ടലിൻ്റെ വാർത്തയുമായി. അതെല്ലാം കേട്ട് വയനാട്ടിലെ ആ ദുരന്ത വാർത്തകൾ കേട്ട് കേരളത്തിൻ്റെ പല ദിക്കുകളിൽ നിന്നായി അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തകർ എത്തുന്നുണ്ട്. ഇപ്പോഴും അവിടെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കേട്ട് മരവിച്ചിരിക്കാനും അവിടുത്തെ വാർത്തകൾ ഓരോ സമയവും ഫോണിലും ടി വിയിലുമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനേ നമ്മൾ പ്രവാസികൾക്ക് സാധിക്കുന്നുള്ളൂ. എനിക്കൊപ്പം ഇപ്പോഴുള്ളത് 3 വയനാട്ടുകാരാണ്. ഈ ഒരു വാർത്ത ആദ്യം കേട്ടപ്പോൾ എന്തായിരുന്നു അവരുടെ പ്രതികരണമെന്ന് അവരിൽ നിന്ന് തന്നെ നമുക്കറിയാം. എനിക്കൊപ്പമുള്ളത് വയനാട്ടുകാരായ അബ്ദുൽ സലീം, ഷറഫുദ്ദീൻ, ഹിഷാം എന്നിവരാണ്. ആ ഒരു വാർത്ത, വയനാട്ടിലെ ഈ ഒരു ദുരന്തമുണ്ടായ വാർത്ത കേട്ടപ്പോൾ വയനാട്ടുകാരൻ എന്ന നിലയിൽ, അവിടെ ജനിച്ചു വളർന്ന ആൾക്കാരെന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് ആദ്യം തോന്നിയത്? എപ്പോഴാണ് ഈ ഒരു വാർത്ത അറിയുന്നത്? ഞാൻ ഈ ചൂരൽമല പ്രദേശത്തുകാരനാണ്. അവിടെ ജനിച്ചു വളർന്ന് ഞങ്ങളവിടെ സെറ്റിലായിട്ടുള്ള, അഥവാ ഇപ്പോഴും അവിടെ തന്നെയാണ് ഞങ്ങളുടെ പ്രദേശം. ആദ്യം ചോദിക്കട്ടെ, എല്ലാവരും സേഫ് ആണോ? വീട്ടിലെല്ലാവരും സേഫ് അല്ലേ? എല്ലാവരും? അതെ, ഇപ്പോൾ അവരെല്ലാവരും സേഫാണ്. കാരണം അതിൻ്റെ തൊട്ട് തലേ ദിവസം, ഇത് സംഭവിക്കുന്ന അന്ന് രാത്രി, തലേ ദിവസം എന്നല്ല, അന്ന് പുലർച്ചക്കാണ് ശരിക്കും വീട്ടിൽ നിന്ന് ഞങ്ങൾ ആളുകളെ മാറ്റുന്നത്. ഈ നാട്ടിലെ പല വിഷയങ്ങളും പ്രവാസികളായിരിക്കും ഒരു പക്ഷേ ആദ്യം അറിയുന്നത് എന്നുള്ള അതിവിടെ സംഭവിച്ചിരുന്നു. കാരണം പലപ്പോഴും ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ആ ഒരു സർക്കിളിൽ തലേ ദിവസം രാത്രി 11 മണി മുതൽ പല മെസ്സേജുകളും ചെറിയ രൂപത്തിലൊന്ന് വെള്ളം കൂടുതൽ ഒലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ചളി കലർന്ന വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തുനിന്ന് ചില ഭാഗത്തുനിന്ന് ആളുകളെ മാറ്റണം എന്നൊക്കെയുള്ള മെസ്സേജുകൾ ഇങ്ങനെ ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അലേർട്ടായി. കൂടുതൽ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഈ അവിടുത്തെ ഒരു ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന പൊതുപ്രവർത്തകരായിട്ട് വളർന്ന ആളുകളാണ്. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പെട്ടെന്ന് പാസ് ചെയ്ത് വരാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്നൊരു മെസ്സേജ് വന്നു, മുണ്ടക്കയിൽ ചെറിയ തോതിലൊരു ഉരുൾപൊട്ട് പോലെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടീമിന് അന്ന് സജ്ജമാവണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് നമുക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കണം. അതുകൊണ്ട് എല്ലാവരും, അഥവാ അവിടെ ചൂരൽമല കാരുണ്യ റെസ്ക്യൂ ടീം എന്ന് പറയുന്ന ഒരു ടീം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കോമണായി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്ഡ് ഫൗണ്ടേഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു NGO ഉണ്ട്. അപ്പോൾ ഇതിൽപ്പെട്ട ആളുകൾക്കാണ് ഈ ഇൻഫർമേഷൻ പെട്ടെന്ന് വരുന്നത്. അതോടുകൂടി തന്നെ എല്ലാവരും അലേർട്ടായി. രാത്രി 11:30 മുതൽ ഓൾമോസ്റ്റ് പിന്നീടുള്ള 3 ദിവസവും ഉറക്കമൊഴിച്ചിട്ടുള്ള ഒരു ഇതിന് ഫോളോ അപ്പ് ചെയ്യുകയാണ്. അപ്പം അന്ന് രാത്രി ഏകദേശം 2 മണി 2:30 ആയ സമയത്ത് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. വീട്ടിലേക്ക് വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ലായിരുന്നു, എങ്കിലും അവരുടെ കണക്റ്റ് കിട്ടിയപ്പോൾ അവരടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് മുകളിലുള്ള വീട്ടിലേക്ക് സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറണം. ഈ അവരായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയമാണ് വീട്ടിലുള്ള ആൾക്കാർ പറയുന്നത്, ചൂരൽമല അങ്ങാടിയിൽ നിന്ന് ആളുകൾ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വേഗം പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്ത് അവർ അതേ സമയം ഓടി കയറുകയാണ്. ആ ഒരു കയറി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കാണ് ഓൾമോസ്റ്റ് ഈ ഒരു സംഭവങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ശരിക്കും അവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതിൽ അതൊരാശ്വാസം മാത്രമാണ് ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ നഷ്ടങ്ങൾ വളരെ വലുതാണ്. കാരണം ഏറ്റവും അടുത്ത കൂട്ടുകാർ, ഞങ്ങളുമായി ഏറ്റവും അടുത്ത പരിചയമുള്ള ആളുകളാണ്. ഇന്നലെ വരെ കണ്ടവരാണ് ഇന്ന് നേരം വിളിക്കുമ്പോൾ പലരും ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. അഥവാ ഓരോരുത്തരെ ഫോട്ടോ വരുമ്പോൾ ഞങ്ങൾ ഓരോ ഭാഗത്തു നിന്ന് ഓരോരുത്തരെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ഞങ്ങൾ ഏറ്റവും അടുത്ത ആളുകൾ മുഖം ആദ്യം മനസ്സിലേക്ക് വരുമ്പോൾ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ്, ഇന്ന ആൾ എവിടെ പോയി, ആളെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന്, ആൾ സേഫാണ്, ക്യാമ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരം അവിടെ നിന്ന് കിട്ടുമ്പോൾ ഞങ്ങളോട് ആശ്വസിച്ചിരിക്കും. പക്ഷേ അടുത്ത മണിക്കൂറിൽ ഈ ആൾ മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം കേൾക്കുമ്പോഴേക്ക് തകർന്നു പോകുന്നൊരവസ്ഥ. അങ്ങനെയാണ് ഇപ്പോഴും നിലവിൽ അതാണ്. കാരണം പലരും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തു എന്നും, അല്ലെങ്കിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് വെറും ഒരു മോതിരം മാത്രമായിരിക്കും. അത്തരം ഒരവസ്ഥയിലാണുള്ളത്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടുള്ളത് ബോഡി പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ വെള്ളമുണ്ട സ്വദേശിയാണ്. വാസ്തവത്തിൽ താൽക്കാലികമായി ഞാനും എൻ്റെ കുടുംബവും വെള്ളമുണ്ട പ്രദേശത്ത് വല്ലാത്തൊരു ദുരിതമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളൊക്കെ സേഫാണ്. എന്നിരുന്നാലും മനസ്സും ശരീരവും മരവിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം നമുക്കറിയുന്ന, നമ്മുടെ പരിചയമുള്ള ഒത്തിരി പേര് ഇപ്പോഴും എവിടെയാണ്, എന്താണ് എന്നൊരു ഐഡിയ ഇല്ലാതെ ഇരിക്കുകയാണ്. പറയാമെന്ന് പറയുമ്പോൾ
മുണ്ടക്കൈ ചൂരൽമല എന്ന പ്രദേശം ഇനി ഇല്ല എന്ന് പറയുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ, പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട് എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയ ആണ്. ഈ വയനാട് ജില്ലയിൽ എവിടെ പോയാലും ആർക്കും ഒരു പരിചയക്കാരുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ചൂരൽമലയും മേപ്പാടിയും എന്ന് പറയുന്ന പ്രദേശത്ത് ഇനി അവിടെ ഇല്ല, അങ്ങനെ ഒരു സ്ഥലം ഇല്ല എന്ന് പറയുമ്പോഴുള്ളൊരു മരവിപ്പ്, അതിൽ നിന്ന് ഞങ്ങളിതുവരെ മോചിതരായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ 3-4 ദിവസമായി ഞങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നു. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെഡിക്കൽ റെപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ മെഡിക്കൽ റെപ്പിൻ്റെ ഗ്രൂപ്പുകളിൽ നിന്നുകൊണ്ടുള്ള ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ രീതിയിലുള്ള ഫോളോ അപ്പുകൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും മനസ്സും ശരീരവും ഇപ്പോൾ മരവിച്ച് തന്നെയാണുള്ളത്. വല്ലാത്തൊരവസ്ഥയാണ് വയനാട് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തം, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം. നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു മാനസികാവസ്ഥ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. യെസ്, ഹിഷാമും വയനാട്ടുകാരനാണ്, അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്, ആ നാടുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഒരുപാടുള്ള ഒരാളാണ്. ഈ ഒരു വാർത്ത ആദ്യമായിട്ട് കേട്ടപ്പോൾ, എപ്പോഴാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നതും അത് കേട്ടപ്പോഴുണ്ടായ ആ ഒരു പ്രതികരണമൊക്കെ എന്തായിരുന്നു? എങ്ങനെയാണ് ഈ വാർത്ത അറിയുന്നത്? ഞാൻ താമസിക്കുന്നത് കൽപ്പറ്റയാണ്. ഞാൻ രാത്രി ഷോപ്പ് ക്ലോസ് ചെയ്തു റൂമിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു മെസ്സേജ് കേൾക്കുന്നത്. അതൊരു ദുബായ് ടൈം ഒരു 4 മണി ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഒരു മെസ്സേജ് വന്നു, അപ്പോൾ ഇങ്ങനെ ഉരുൾപൊട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇത്ര ഭീകരത അറിയുന്നത് പിറ്റേന്ന് രാവിലെയാണ്. അത് അറിഞ്ഞപ്പോൾ തന്നെ നമ്മളാകെ തരിച്ചുപോയി. വല്ലാത്തൊരു കാഴ്ചയായിരുന്നത്. കാരണം ഞങ്ങളെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ 10-61 ആളുകൾ മിസ്സിങ് ആണ്. അവർ മരിച്ചതാണോ എവിടെയാണെന്നൊന്നും അറിയില്ല. കൂടെ വർക്ക് ചെയ്യുന്ന നമ്മളെ കൂടെ മന്ദിർ റെസ്റ്റോറൻറ്റ്, അതെ, ദുബായിൽ, അതെ അതെ, അവരെ 61 ആൾ ഇപ്പോൾ മിസ്സിങ് ആണ്. വേറെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത വേറെ ടീമുണ്ട് കൽപ്പറ്റ, അവരെ 16 ആളുകൾ മിസ്സിങ് ആണ്. അവരൊന്നും ബോഡി ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അല്ല, അവരിപ്പോൾ നമ്മൾ പോയിട്ടില്ല, അവരോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ പ്രതിനിധിയായിട്ട് നമ്മളെ ബ്രദറിനെ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അയാൾ അവിടെ പോയിട്ടുണ്ട്, അവിടെ എല്ലാ രക്ഷാപ്രവർത്തനവും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്ക് അത്രേ ചെയ്യാൻ കഴിയുന്നുള്ളൂ. വേറൊന്നും നമുക്ക് ഓരോ ദിവസവും വളരെയധികം വേദനയായൊരു അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ വല്ലാത്തൊരു ഫീലിംഗാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. 2 ദിവസം മുന്നേ എൻ്റെ മോൻ എന്നെ വിളിച്ചിരുന്നു. മകൻ എന്നോട് പറഞ്ഞു, ഓന് 2ാം ക്ലാസ്സിലാണ്. അവൻ പറഞ്ഞു, എനിക്ക് പേടിയാവുന്നു ഉപ്പ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ പേടിയാന്ന്? എനിക്ക് എന്താ അറിയില്ല, പേടിയാവുന്നു, ഇവിടെ വെള്ളം വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചത് മേപ്പാടിയിലുള്ള കുട്ടികളുടെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണത്. അവരെത്ര ഭീകരമായിരിക്കും അവരുടെ അവസ്ഥ, അത് നമുക്ക് ഒന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതൊരു സാധാരണ ഒരു മരണമോ ഒരു അപകടമല്ല, ഒരു വല്ലാത്ത ഒരു അപകടാവസ്ഥയിലാണ് ഉള്ളത്. ഓക്കെ, ഒരു ചൂരൽമല സ്വദേശി എന്നുള്ള നിലയിൽ താങ്കളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ വയനാട്ടിൽ ഇതുപോലെ നമുക്കറിയാം പുത്തുമലയിൽ പോലെ വലിയൊരു അപകടം മുൻപ് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇത്രത്തോളം ഒരു വലിയൊരു ദുരന്തം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതിനുള്ളൊരു കാരണങ്ങളായിട്ട് പലരും, നമുക്കറിയാം ഈ ഒരു അപകടം നടന്ന് കഴിയുമ്പോഴല്ല നമ്മൾ അതിൻ്റെ കാരണങ്ങളൊക്കെ തിരയേണ്ടതൊന്നും, നേരത്തെ കൂട്ടി നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ് പലതും. പക്ഷെ അതിനെ കാണാതെ പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത്? ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ തൊട്ട് നേരെ അപ്പുറത്തെ സൈഡാണ് കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ കവളപ്പാറ. ഈ കവളപ്പാറ എന്ന് പറയുന്നതും ശരിക്കും നിലമ്പൂർ, ഈ മുണ്ടക്കൈ എന്നുള്ള പ്രദേശം ശരിക്കും ഒരു ബോർഡറാണ്. അഥവാ മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഭാഗവും വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങുമാണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം. അത് ആ ഒരു മലയുടെ മറുഭാഗമാണ് ഈ കവലപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കവലപ്പാറ ഉണ്ടായ ദുരന്തത്തിൻ്റെ ഒരു ചെറിയ രൂപത്തിലെങ്കിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവിടെ ബാക്കി ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ മുണ്ടക്കൈയിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ കുറച്ചുകൂടെ മാറിയിട്ടാണ് പുത്തുമലയും ഉരുൾപൊട്ടലുണ്ടായത്. ഇത് രണ്ടും വലിയ ദുരന്തങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഈ ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ചെറിയ വിള്ളലുകളോ മറ്റോ ആയിട്ട് അവിടെ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അറിയുന്നൊരു സംവിധാനം ഇല്ല. അത് പഠിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു റിസർച്ച് നടക്കണോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് അതുകൊണ്ട് പിന്നെ അതിനെ ശ്രദ്ധിക്കണമെന്ന് പറയാനോ അത്തരൊരു സംവിധാനം നാട്ടിലില്ല, എവിടെയില്ല. നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിൽ പല സ്ഥലത്തും ഇല്ല എന്ന് തന്നെയാണ് അറിവ്. അതിൻ്റെ ഒരു അപര്യാപ്തത ആയിരിക്കാം ഈ ഇത്രയും വലിയൊരു ദുരന്തത്തിന് ചിലപ്പോൾ സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ടാവുക. കാരണം നേരത്തെ അവിടെ ഉണ്ടായിരുന്ന വിള്ളലുകളും മറ്റും അത് ഒരു പക്ഷേ വലുതായിട്ടോ അല്ലെങ്കിൽ അവിടെ മേഘവിസ്ഫോടനം ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ വെള്ളം ഒലിച്ച് ഇറങ്ങുന്നത് ശരിക്കും 3 ദിവസം മുമ്പേ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് തന്നെ വീഡിയോയിലും മറ്റുള്ള ഫോട്ടോയിലൊക്കെ ഈ വെള്ളം കൂടുതലായിട്ട് കലങ്ങി വരുന്നത് കണ്ട സമയത്ത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലുണ്ട്. കാരണം പുത്തുമല ഞങ്ങളെ മുമ്പിൽ അനുഭവമുണ്ട്. ഞങ്ങൾ മനസ്സിലും ഞങ്ങൾ പരസ്പരം പറയുന്നുണ്ട്, എന്തെങ്കിലും സംഭവിക്കുമോ, ബേജാറാകുണ്ടല്ലോ എന്ന്. അത് അതുപോലെ തന്നെ സംഭവിച്ചു. അതാണ് യാഥാർത്ഥ്യം. നേരത്തെ പറഞ്ഞല്ലോ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വന്നു, പ്രവാസികൾ നേരത്തെ അറിയുന്നുണ്ടെന്നൊക്കെ. അതെ അതെ. അപ്പോൾ ആ ഒരു അലേർട്ട് കുറച്ചും കൂടി ആധികാരികമായിട്ട് അധികൃതർ നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം ആൾനാശം ഇല്ലാതെ പോകുമായിരുന്നല്ലേ? അല്ല, അധികൃതർക്ക് അവർ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് പോലും ഇത്രയും ഇതെന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താ വരുന്നതെന്ന് അവർക്കറിയില്ല. യഥാർത്ഥത്തിൽ ഈ പുത്തുമല ദുരന്തത്തിന് ശേഷം എല്ലാ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളും മനസ്സിൽ തീയാണ് ആളുകൾക്ക്. ആ ഭാഗത്തുള്ളവർക്ക് മനസ്സിൽ തീയാണ്. ഏകദേശം ഒരു ജൂലൈ 1 മുതൽ തന്നെ ഈ ആ ഭാഗത്തേക്ക് കല്യാണം കഴിച്ച് വന്ന കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ അവരെ വേഗം വന്ന് കൊണ്ടുപോകുന്ന ഒരവസ്ഥ പുത്തുമല ദുരന്തത്തിന് ശേഷം. അത് എല്ലാ വർഷവും ഉണ്ട്. മഴ കനക്കുന്ന സമയത്ത്, അവിടെ ഒന്ന് ഇരുട്ട് കെട്ടുന്ന സമയത്ത് രക്ഷിതാക്കൾ ബേജാറാവും. അവരെ വേണ്ടപ്പെട്ടവരെ കൂട്ടിയിട്ട് പോകും. കൂട്ടത്തിൽ പലരും അവിടുന്ന് ചിലപ്പോൾ മാറി നിൽക്കുകയും ചെയ്യും. പിന്നീട് ഒരു 1.5 മാസം 2 മാസം കഴിയുന്ന സമയത്തായിരിക്കും തിരിച്ചു വരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം മഴ തുടങ്ങിയത് മുതൽ തന്നെ കുറേ ആളുകളൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ വരുന്നത് ഏകദേശം മുൻകൂട്ടി കണ്ട കുറച്ച് ആളുകളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടുത്തെ ഈ ചൂരൽമല ഭാഗത്തെ പ്രദേശത്തെ ആളുകൾ അവരിങ്ങനെ കൂടുതലായിട്ട് വെള്ളം കലങ്ങി വരികയും സാധാരണയേക്കാൾ പിന്നെ ഒരു മഴയ്ക്ക് കനവും കൂടി വന്ന സമയത്ത് ചെറിയ രൂപത്തിലെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരും മറ്റുള്ള ആളുകളൊക്കെ അവിടുത്തെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കണം എന്ന്. അത്തരത്തിൽ മാറി നിൽക്കാനുള്ള സൗകര്യം അവർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു സൗകര്യം അവിടെ ഇല്ല. കാരണം അവിടെ സുരക്ഷിതമായിട്ട് മാറാനുള്ള സ്ഥലം ഒരു മദ്രസ അല്ലെങ്കിൽ ഒരു സ്കൂള്, അത്രയേ ഉള്ളൂ. വേറെ അതിന് പ്രത്യേകിച്ച് ഒരു സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ആളുകൾ മാറാനുള്ള ഒരു കുറച്ച് ലേറ്റായിപ്പോയി എന്നാണ് അതിൻ്റെ സത്യം. കാരണം അന്ന് ഈ ഒരു പൊട്ടുന്ന സമയത്ത് ആളുകൾ ഇറങ്ങി ഓടിയിട്ട് സെയിം ഡയറക്ഷനിലേക്കായിരുന്നു ആളുകൾ ഓടുന്നത്. അഥവാ ഈ പാതിരാത്രിക്ക് ഇത് എവിടെ നിന്നാണ് എന്താ സംഭവിക്കുന്നത് അറിയുന്നില്ല. വലിയ ഹുങ്കാര ശബ്ദം കേട്ടിട്ട് ആളുകൾ ഇറങ്ങി ഓടിയിട്ട് പൊട്ടി വരുന്നതിൻ്റെ സെയിം ഡയറക്ഷനിലേക്ക് ഓടി നല്ലൊരു ശതമാനം ആളുകൾ അങ്ങനെ ഇതിലേക്ക് പെട്ടവരുണ്ട്. അതേ സമയത്ത് വെറും 2 സെക്കൻഡുകൾ കൊണ്ട് അതിൻ്റെ ആ ഒരു ഭാഗം കടന്ന് രക്ഷപ്പെട്ട ആളുകളുണ്ട്. അവരാണ് റിസോർട്ടിലും മറ്റും അഭയം തേടിയ രക്ഷപ്പെട്ട ആളുകൾ. അപ്പോൾ ഇതിൻ്റെ ഒരു യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു പഠിക്കാനുള്ളൊരു സംവിധാനമില്ല. ഇത്തരം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് മുൻകൂട്ടി ഇങ്ങനെ ഒരു സംഭവം വരാനുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഭാഗം പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറയാൻ മാത്രം അത്ര പ്രയാസമുള്ളൊരു സ്ഥലമല്ല അത്. കാരണം അവിടെ നല്ല തിക്ക് ഫോറസ്റ്റാണ്. അത്രയും തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഉണ്ട്, മലകളുണ്ട്, വലിയ പാറകളുണ്ട്. എല്ലാം കൊണ്ടും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഒക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നടന്ന ഇമ്പാക്റ്റിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തെങ്കിലും അവിടെ ബാക്കിയുണ്ടോ എന്ന് പഠിക്കാനുള്ളൊരു സംവിധാനം നമ്മുടെ സിസ്റ്റത്തിനില്ല. അതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന അതിൻ്റെ മുഖ്യമായ ഒരു കാരണത്തിലൊന്ന്. ഓക്കെ, ഇനി ഒരു പ്രവാസി എന്ന നിലയിൽ ഇപ്പോൾ ഈ ഒരു വാർത്ത വയനാട്ടിൽ നിന്ന് കേട്ടതിന് ശേഷം അവിടെ നിന്നുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചപ്പോൾ എങ്ങനെയാണ് അവരോടൊക്കെ സംസാരിക്കാനൊക്കെ സാധിച്ചത്? ഞങ്ങൾ പ്രവാസി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അവിടെയുള്ള പ്രദേശത്തുള്ള ആൾക്കാർ ഫസ്റ്റ് നമ്മൾ നോക്കുക പ്രൈമറി കോണ്ടാക്റ്റ് ആണല്ലോ. ഈ പ്രൈമറി കോണ്ടാക്റ്റുള്ള ആൾക്കാർക്ക് പലരും മിസ്സിംഗ് ആണ് ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഇപ്പം തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ പെങ്ങൾ ഇതുവരെയായിട്ട് അവരെവിടെയാണുള്ളതെന്നുള്ള ബോഡി പോലും കിട്ടിയിട്ടില്ല. അതായത് ഇതിൽ നേരത്തെ പറഞ്ഞൊരു എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്ന് പറഞ്ഞാൽ ഇതിലൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നമുക്ക് 2018 സംഭവം ഉണ്ട്. പുത്തുമല ഒരനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് പോലും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഡിസാസ്റ്റർ, ഷറഫ് പറഞ്ഞ പോലെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. കാരണം ഇത്രയും വലിയൊരു സംഭവം നമുക്കൊരു അവിടെ നടന്നിട്ട് 2018 നടന്നിട്ട് കാലവർഷം അതിശക്തമായ കാലവർഷം അവിടെ മഴയായിട്ട് പെയ്തുകൊണ്ടും എന്നിട്ടും നമ്മൾ ഇവരൊരു മാറ്റി പാർപ്പിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വാർഡ് മെമ്പർ ഒരു വാട്സപ്പിൽ ഒരു ഓഡിയോ അയച്ചത് കൊണ്ടായില്ലല്ലോ. ഡിസാസ്റ്റർ പോകാനൊരിടം വേണം. കാരണം ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ചുറ്റാൽ ഹാരിസൺസിൻ്റെ തേയിലത്തോട്ടങ്ങളാണ്. ഇവർക്കൊന്ന് മാറി നിൽക്കാൻ അറിയുന്നത് ഒന്നുകിൽ സ്കൂള്, അല്ലെങ്കിൽ അമ്പലം, അല്ലെങ്കിൽ പള്ളി. ഈ ഒരു 3 സെറ്റപ്പേ നമുക്ക് ഇപ്പം നിലവിൽ മേപ്പാടി ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്.
പിന്നീടാണ് ഇവരൊക്കെ നമുക്ക് പറയുന്നത് നമുക്ക് അക്കോമഡേഷൻ അവരെ മാറ്റി താമസിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഈ ഒരു മുന്നറിയിപ്പ് എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളത് വളരെ ഖേദകരമായൊരു സംഭവമാണ്. കാരണം ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. 2018 നമ്മൾ പുത്തുമല അതിജീവിച്ചൊരു ജനതയാണ് വയനാട്. ഈ ചൂരൽമലയും ഈ ഇപ്പോൾ ഉണ്ടായ വലിയ ദുരന്തം അത് എങ്ങനെ അതിജീവിക്കും വയനാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. കാരണം നമുക്കവിടെ കാര്യമായൊരു എന്താ പറയുക ഒരു മെഡിക്കൽ കോളേജ്, ഒരു പേരിനൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് എന്നല്ലാതെ ഒരു റെഫറൻസ് സെൻറ്റർ മാത്രമേ അതിന് നമുക്ക് കണക്കാക്കാൻ പറ്റൂ. ഇപ്പം നമുക്ക് ആസ്റ്റർ വിംസ് അത് ഉള്ളത് കൊണ്ട് നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ഇപ്പം ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും മുന്നറിയിപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് അതോറിറ്റിൻ്റെ ഭാഗത്തുനിന്ന്, അത് ഒരു ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറയല്ല, ഏത് ഗവൺമെൻറ് ആയാലും അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഈ ഒരു വാർത്ത വന്നതിന് ശേഷം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നിന്നൊരു പ്രതിനിധിയെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്ന്, അവിടെ നിന്ന് അദ്ദേഹം പോയതിന് ശേഷം അവരിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ ഡെയിലി വിളിക്കാറുണ്ട്, പിന്നെ എല്ലാ ദിവസവും അപ്ഡേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വർഷത്തിൽ നമ്മൾ 2 വീട് വെച്ച് കൊടുക്കാറുണ്ട് സാധാരണ രീതിയിൽ. അതുപോലെ തന്നെ കുറച്ച് നമ്മളെ കൂട്ടത്തിലുള്ള കുറച്ച് ആളുകൾക്ക് കുറച്ച് വീടുകളൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ അർബാബ് പറഞ്ഞത്. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ മകൻ്റെ അവസ്ഥ പറഞ്ഞു, മകൻ പേടിച്ചിരിക്കുകയാണ് എന്നൊക്കെ. എങ്ങനെയാണ് ഇപ്പോൾ വീട്ടിലെല്ലാവരും ഓക്കെ ആയിട്ടുണ്ടോ? ഇന്നലെ രാത്രിയും കുട്ടികൾ പറയുന്നത് ഇപ്പോൾ പേടിയാണ്, സൗണ്ട് വരുന്നുണ്ട്, എന്നിട്ട് അവർ ഉമ്മയുടെ നടുവിലാണ് ഇപ്പോൾ കിടക്കുന്നത് പേടിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ഇപ്പോഴുള്ളത്. നമ്മൾ അതിൽ നിന്നിപ്പോൾ കര കയറിയിട്ടില്ല. ഇപ്പോഴും നമ്മളത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടില്ല. ഓരോ വാർത്തകളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചൂരൽമലയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് അത്ര എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല ഈ ഒരു സാഹചര്യത്തിൽ. അവിടെ തന്നെയുള്ള ഒരാളെന്ന നിലയിൽ ആ ഒരു ഗ്രാമം എങ്ങനെയായിരിക്കും ഇതിനൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നത്? അവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയാണ് ഇതിനോട് ഇനി വരും നാളുകളിൽ അവർ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ അതെന്തായിരിക്കും? അതാണ് ഞങ്ങളുടെ പ്രധാന ആശങ്ക. ഞങ്ങളിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ ഉള്ളത്. കാരണം ഇപ്പോൾ എല്ലാവരും ക്യാമ്പുകളിലാണ്. ഏകദേശം 8ഓളം ക്യാമ്പുകളാണ്. അത് ദൂരെ കൽപ്പറ്റ മുതൽ കൽപ്പറ്റ, മേപ്പാടി, റിപ്പൺ, അരപ്പറ്റ തുടങ്ങി സ്ഥലങ്ങളിലുള്ള ക്യാമ്പുകളിലാണ്. എന്തായാലും ഇതെല്ലാം സ്കൂളുകളുമാണ്. ഏറ്റവും കൂടി വന്നാൽ ഒരു മാസത്തിലധികം സ്കൂളുകൾ അടച്ചിടാനും ക്യാമ്പായിട്ട് തുടരാനും പറ്റില്ല. ഇന്നിപ്പോൾ വാർത്ത ഉണ്ട് സ്കൂളുകളൊക്കെ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ. അതെ, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകളൊക്കെ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ അവിടെ നിന്ന് കുടിയിറക്കപ്പെടും. കുടിയിറക്കപ്പെടുന്ന ആളുകൾ ഇനി എന്ത് എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന് ഞാൻ മെസ്സേജ് അയച്ച സമയത്ത്, കാരണം ആൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് 2 ദിവസമായിട്ട് അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. അവസാനം രണ്ടും കൽപ്പിച്ച ആളുടെ ഡയറക്റ്റ് മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചപ്പോൾ പിറ്റേ ദിവസമാണ് റിപ്ലൈ വരുന്നത്. അത് വലിയൊരു സന്തോഷമായി അതിൻ്റെ ഇടയിൽ. എങ്കിലും ആളെ റിപ്ലൈ കേട്ടപ്പോൾ കാലിലുള്ള ചെരുപ്പ് പോലും എടുക്കാൻ സമയം കിട്ടാത്ത ഭാര്യയുടെ കയ്യും പിടിച്ച് ഇറങ്ങി ഓടിയതാണ്. ഉടുത്ത തുണിയുണ്ട്, ഇട്ട ഷർട്ടും ഉണ്ട്, വേറെ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ക്യാമ്പിൽ ചെന്ന് കയറിയത്. ആ ആൾക്ക് അവർക്ക് വേണ്ട ഭക്ഷണം അതുപോലെ വസ്ത്രങ്ങളും മറ്റു ചെറിയ സഹായങ്ങളൊക്കെ ക്യാമ്പിലുണ്ട്. പക്ഷേ എവിടേക്ക് തിരിച്ചു പോകുന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ്. ഞങ്ങളുടെ മുമ്പിലുള്ള ചാലഞ്ചും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ കുറച്ച് ദീർഘകാലത്തേക്കായിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കുന്നത്, 1 വർഷത്തേക്കെങ്കിലും ഇതിൽ നിന്ന് കുറേ ആളുകൾക്കൊക്കെ ബന്ധു വീട്ടിലും മറ്റൊക്കെ സംവിധാനങ്ങളുണ്ടാവും. അതിലൊന്നും പെടാത്ത ഏറ്റവും നിസ്സഹായവരായ കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു 3-4 ബിൽഡിങ്ങുകൾ 1 വർഷത്തേക്ക് ലീസിനെടുത്തിട്ട് അല്ലെങ്കിൽ റെൻറ്റിനെടുത്തിട്ട് ആ റെൻറ്റ് ഞങ്ങൾ പേ ചെയ്യാം. അവരെ സമാധാനത്തിൽ 1 വർഷമെങ്കിലും അവരെ മാനസികാവസ്ഥയൊക്കെ ക്ലിയർ ആകുന്നവരെ അവരെ സമാധാനത്തിലൊന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏകദേശം മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടിൽ അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് നടക്കുന്നുണ്ട്. പ്രവാസികളായിട്ടുള്ള ഞങ്ങളുടെ ഇടയിൽ അതിൻ്റെ കോർഡിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളൊക്കെ വരികയാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 2 വർഷത്തിലധികം പിടിക്കും. അതങ്ങനെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസ്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്ന്. അത് എത്ര ദൂരമാകും എന്നുള്ളതാണ് പ്രശ്നം. കാരണം ആ ഭാഗത്തുള്ള ആളുകളെ അതിൻ്റെ ഒരു 20 സ്ക്വയർ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിച്ചാൽ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു മാനസികാവസ്ഥ അവർക്ക് വലിയ പ്രശ്നമായിരിക്കും. പുത്തുമലക്കാർക്കും ഇതേ ഒരു സംഗതിയായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ പുത്തുമലക്കാരെ പനമരം ഭാഗത്തേക്ക് മാറ്റി താമസിപ്പിക്കാം, അവിടെ റവന്യൂ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റിക്വസ്റ്റ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും അതിനെ എതിർത്തു. കാരണം ഈ പുത്തുമലക്കാർ എപ്പോഴും അവരെ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ കൃഷിയും
പശുവും അതുമൊക്കെ ആയിട്ട് താമസിച്ച് ജീവിച്ചു വന്ന ആളുകളെ അവരുടെ കുടുംബങ്ങളും സുഹൃത്ത് വലയങ്ങളും ഒക്കെ അവിടെ തന്നെയുള്ളത്. അവരെ ഒന്ന് പെട്ടെന്ന് പറിച്ചു നട്ടാൽ അവർ മൊത്തത്തിൽ ഓൾറെഡി അവർ പിന്നെ മാനസികമായിട്ട് തകർന്നു നിൽക്കുന്നത്. അതൊന്നും കൂടെ ആഘാതം കൂട്ടും എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് കൂടെ കുറച്ച് ലേറ്റായത്. കാരണം ആ ഭാഗത്ത് തന്നെ അതിന് വേണ്ട ഭൂമി ഏറ്റെടുക്കലും മറ്റൊക്കെ സമയമെടുത്തു. ഇപ്പോൾ അതേ രൂപത്തിൽ തന്നെ ചെയ്യുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിലവിൽ എവിടെ ഭൂമി കിട്ടും എന്നുള്ളതാണ്. കാരണം പുത്തുമലയിൽ 60-70 കുടുംബങ്ങൾക്കാണെങ്കിൽ ഇതല്ല, 600-ലധികം അല്ലെങ്കിൽ 700-ലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് ശരിക്ക് സർക്കാരിനും എല്ലാവർക്കും ഇപ്പോൾ ശരിക്കും ഒരു ഉത്തരവാദിത്തം ഉള്ളത്. അത് എത്രത്തോളം വിജയിപ്പിച്ചെടുക്കാൻ കഴിയും, എത്ര നേരം വൈകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രയാസം. ഇനി ഇതുപോലുള്ള പരിസ്ഥിതി ദുരന്തങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ, ഇപ്പോൾ 2018 മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷവും മഴക്കാലം വരുമ്പോൾ നമുക്ക് പേടിയാണ് ഇപ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് ഇനിയും നമ്മൾ ഇത്തരം ദുരന്തങ്ങളും അപകടങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു മാനസികാവസ്ഥയിലാണ് ഓരോ മലയാളിയും ഉള്ളത്. അത് എവിടെയാണ് എപ്പോഴാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ സ്ഥലം കണ്ടെത്തി പണിയുമ്പോഴും ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണ്ട നമ്മൾ ഇതിനെല്ലാം സ്ഥലം കണ്ടെത്താനും. നിർമ്മിതികൾ ഇപ്പോൾ കുട്ടനാട്ടിൽ നമുക്കറിയാം, വീട് പണിയുമ്പോൾ ഇപ്പോൾ തൂണുകളിലാണ് പണിയുന്നത് ആ ഒരു വെള്ളപ്പൊക്കം തടയാനായിട്ട്. ആ രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്കിനി അവിടെ ചെയ്യാൻ പറ്റുക? ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വയനാട് ജില്ലയിൽ ശരിക്കും ഒരു സിസ്റ്റം ബേസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ഇനി ഗവൺമെൻറ് നല്ലൊരു അതോറിറ്റി നല്ലൊരു സിസ്റ്റം ബേസ്ഡ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകണം. അല്ലാതെ ഇതിപ്പോൾ വന്നിട്ട് ഈ ഒന്നിനും ലാൻഡ് സ്ലൈഡ് ഉള്ള സ്ഥലത്ത് പാവങ്ങൾ കൊണ്ടുപോയി താമസിപ്പിക്കുക, ഈ നിരന്ന സ്ഥലത്ത് റിസോർട്ടുകൾ പണിയുക എന്നുള്ളൊരവസ്ഥ മാറി നമ്മൾ അതിന് ഇവിടെ ആവാസയോഗ്യമാണ് അല്ലെങ്കിൽ വീട് വെക്കാൻ ഈ സ്ഥലം നല്ലതാണ് എന്നൊക്കെ ഒരു കൃത്യമായൊരു പഠനം, അതായത് വലിയൊരു ചാർട്ടിൽ പഠിക്കേണ്ട ഒരു സംഗതി അത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തീരുന്നതല്ല സംഭവം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗവൺമെൻറ് ഇതിന് തക്കതായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കാണേണ്ടതുണ്ട്. കാരണം വയനാട് ജില്ലയിൽ ഈ പറഞ്ഞ പാവപ്പെട്ടവരാണ് ഈ ദുരന്തങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത്, ഇവർക്ക് ഈ എസ്റ്റേറ്റ് ഏരിയ ആണ്. എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു തുറന്ന ജയിലാണ് ശരിക്കും. കാരണം നമ്മളവിടെ ജോലിക്ക് കയറി അതവിടെ നിന്ന് റിട്ടയർഡ് ആകുന്നത് വരെ നമ്മൾ ആ പാടിയിൽ ഇവരിങ്ങനെ കുടുക്കിയിട്ട് ആ പാടിയിൽ നിന്ന് എന്തെങ്കിലും കഷ്ടപ്പെട്ട് കിട്ടുന്ന ഒരു 2 ലക്ഷം 3 ലക്ഷം കൊടുത്ത് ഒരു 3 സെൻറ്റ് സ്ഥലം വാങ്ങി അതൊരു മലച്ചെരുവിലോ അവിടെ കിട്ടുള്ളൂ ഈ ഒരു സ്ഥലം. അവിടെ തന്നെയാണ് മക്കളെ കല്യാണം കഴിച്ചു. അത്രയും ദുരിതമാണ് ആ ഒരു പാവങ്ങളുള്ളൊരു സ്ഥലം. ഈ ഒരു സ്ഥലത്ത് ആ ഒരു 2 ലക്ഷത്തിനും ചെറിയ പൈസക്ക് 3 സെൻറ്റ് സ്ഥലം വാങ്ങി അത് ഗവൺമെൻറ്റിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലാണ് ലൈഫിലൊക്കെ ഉൾപ്പെട്ട് അവർക്കൊരു വീടൊക്കെ കിട്ടുന്നത്. അത് ഈ വീടൊക്കെ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ മലച്ചെരുവിലാണ്. അതായത് നല്ല സ്ഥലത്ത് നല്ല ഉറപ്പുള്ള സ്ഥലത്തൊക്കെ റിസോർട്ടുകളും ഇപ്പോൾ വയനാട് ജില്ലയിൽ അമ്യൂസ്മെൻറ്റ് പാർക്ക് വരാൻ പോവാണ്. ഇനിയിപ്പോൾ അടുത്ത ദുരന്തം ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരും, അതൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് കേരളത്തിൽ വയനാട് ജില്ലയിലുള്ള ജനങ്ങളെ കൊല്ലാൻ ഗവൺമെൻറ് കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിനൊരു വ്യക്തമായൊരു ധാരണ വേണം. ഇത് എവിടെയൊക്കെ വീട് വെക്കാൻ പറ്റും, എവിടെയൊക്കെ വീട് വെക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ വീട് വെച്ചാൽ ഇവർക്ക് അങ്ങനെ ഈ മഴക്കാലം വരുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരു കൃത്യമായൊരു സ്റ്റഡി നമ്മൾ നടത്തിയേ പറ്റുള്ളൂ. കാരണം ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ എനിക്ക് തോന്നുന്നു അതിലില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ദുരന്തം നടന്നത് ഇതാണ്. ഈ ഒരു സംഗതി നമ്മുടെ ആ സ്ഥലത്ത് ഇല്ല. കാരണം വെള്ളപ്പൊക്കം വരിക, ഇനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരിക, അതൊക്കെയാണ് നമുക്കുള്ളൂ. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന സംഭവം നമ്മളതൊരു വലിയൊരു ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് വയനാട് ജില്ലയിൽ എവിടെയൊക്കെ വീട് വെക്കാൻ പറ്റും, ഇനി എന്തൊക്കെ റിസോർട്ടുകൾക്കൊക്കെ കൊടുക്കാം. ഇപ്പോൾ 5 സ്റ്റാർ താജിൻ്റെ റിസോർട്ട് വരെ വയനാട് ജില്ലയിൽ വന്നു. ഈ പാവങ്ങളുടെ പ്രദേശത്തും ഇവരെ മലച്ചോരിൽ താമസിപ്പിക്കുകയും റിസോർട്ടുകളൊക്കെ സേഫായ സ്ഥലത്തുകൾ താമസിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയും കൂടി നമ്മളിതിൽ കണക്കെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹിഷാമിനോട് അവസാനമായിട്ട് ഇപ്പോൾ പറഞ്ഞു റിസോർട്ടുകളുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ചെറുപ്പം മുതലേ അവിടെ ഉള്ള ആളാണല്ലോ. അന്ന് കണ്ട വയനാടും ഇപ്പോൾ ഉള്ള വയനാടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അതായത് റിസോർട്ടുകൾ ഇങ്ങനെ മുട്ടിന് റിസോർട്ടുണ്ട്, ടൂറിസം സാധ്യതകൾ നമ്മൾ കാണാതെ പോകാൻ പാടില്ല, ശരിയാണ്, സർക്കാരിന് വരുമാനമുള്ള കാര്യങ്ങളാണ്. എങ്കിൽ പോലും ആ ഒരു മാറ്റം, വയനാടിൻ്റെ മാറ്റം എങ്ങനെയാണ് ഈ അപകടങ്ങളിലേക്കൊക്കെ വഴിവെക്കുന്നതും അതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഈ റിസോർട്ടുകൾ ഒരുപാട് വരുന്നുണ്ട്. അത്തരത്തിൽ ആ കൊച്ചുനാളിൽ കണ്ട വയനാടും ഇപ്പോൾ കാണുന്ന ഒരു വയനാടും എങ്ങനെയാണ്? ഞാൻ ചെറുപ്പകാലത്തൊക്കെ വാരിയാണ് എൻ്റെ ഉമ്മയുടെ വീട്. ഞങ്ങളവിടെ ഒരു ബസ് കാണണമെങ്കിൽ നമ്മൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം എൻ്റെ ഓർമ്മയിൽ. പിന്നെ നമ്മൾ ബസ്സും ജീപ്പൊക്കെ എണ്ണി നോക്കലാണ് ഓരോ വണ്ടി പോകുമ്പോൾ. അങ്ങനത്തെ കളികൾ അന്ന് കളിച്ചിരുന്നത്. ഇപ്പോൾ നമുക്കവിടെ
വയൽ ഏരിയകൾ മുഴുവനായിട്ട് നികത്തിയിട്ട് അവിടെ മുഴുവൻ നമ്മളെ കാറിൻ്റെ ഷോറൂമുകൾ, മലകളിൽ ഫുള്ളായി റിസോർട്ടുകൾ ഇതൊക്കെ വന്നു തുടങ്ങി. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും പലരും പറയും അതെന്തേ വയനാട്ടുകാർക്ക് വികസനം വേണ്ടേന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ശരിയാണ്, എല്ലാവർക്കുള്ള വികസനം വയനാട്ടിലും വേണം. അല്ല, അതിന് വ്യക്തമായ ഒരു സ്റ്റഡി നടത്തിയിട്ട് ഒരു മാനദണ്ഡം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അഥവാ വയൽ നികത്തുന്നതിന് പലപ്പോഴും പല നൂലാമാലകളുണ്ട്. പക്ഷേ ഈ നൂലാമാലകളുടെ ഇടയിലൊക്കെ ലൂപ്പോളുകളുണ്ട്. ഈ ലൂപ്പോളുകളാണ് ക്യാഷുള്ള ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ലൂപ്പോളുകളിലൂടെ കയറി വന്ന് ഇത്തരം എന്താ പറയുക നീരൊഴുക്ക് തടയുന്നത്, അവിടുത്തെ മണൽ വാരുന്ന അഥവാ തോടുകളൊക്കെ നികന്നു പോയിട്ടുണ്ട്. നിലവിൽ വയനാട്ടിൽ വെള്ളം ഒഴുകി പോകാൻ സ്ഥലങ്ങളില്ലാത്തതുണ്ട്. അതുകൊണ്ട് ഈ ഒഴുകി വരുന്ന വെള്ളം നേരിട്ട് കരയിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് ഇടിച്ചിടിച്ച് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ ഈ ഭൂമിയുടെ കിടപ്പിനെങ്ങനെ ബാധിക്കും. നിലവിൽ പല സ്ഥലത്തും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കെട്ടിടങ്ങൾ അത് നല്ല ശതമാനം ഹൈവേ സൈഡ് മൊത്തം വയലാണ്. വയനാടിൻ്റെ ഹൈവേ സൈഡ് ഓൾമോസ്റ്റ് ഒരു 80% വയലാണ്. ഈ വയലിൽ മണ്ണിട്ട് ഹൈവേ ഉണ്ടാക്കിയതാണ്. ഈ ഹൈവേയുടെ 2 സൈഡും വീണ്ടും കെട്ടിടങ്ങൾ വരുന്നതോടുകൂടി ഈ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് അല്ലെങ്കിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് തടസ്സം, ഇങ്ങനെ പല പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് ബൾക്കായിട്ട് ഇറങ്ങുന്ന വെള്ളം മറ്റൊരു സ്ഥലത്ത് ചെന്നിട്ട് അതുപോലെ തന്നെ പുറത്തേക്ക് വരികയാണ്. ഈ പുറത്തേക്ക് വരുമ്പോഴാണ് ആ ഒരു ഏരിയനെ ഒന്നുകിൽ അവിടുത്തെ മണ്ണിനെ ഇടിക്കും, അല്ലെങ്കിൽ അവിടുത്തെ സ്ലൈഡിങ് ഉണ്ടാവും. ഇത് 1, 2, 3 സ്ഥലത്തത് ഒരുമിച്ച് വലിയൊരു ഒരു എമൗണ്ട് ആയിട്ട് ഈ വെള്ളം ഒരുമിച്ച് പോയിട്ട് വേറെ ഒന്നുകൂടി ജോയിൻറ്റ് ചെയ്ത്, അതാണ് ഇവിടെ മുണ്ടക്കൈ സംഭവിച്ചിട്ടുള്ളത്. കാരണം ചെറിയ ചെറിയ നീരൊഴുക്കുകൾ വന്ന് ഒരു സ്ഥലത്തെ മണ്ണ്, പാറയുടെ പിടുത്തത്തിനുള്ള മണ്ണുകളൊക്കെ മെല്ലെ മെല്ലെ ഒഴുക്കി വന്ന് ആ ഒരു പാറ വീണു, അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറൊന്ന് വന്നു. ഇത് 3 കൂടെ ജോയിൻറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് എത്തുന്നതോടുകൂടി ഇതൊരു ഭീകരാവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ആ ഭാഗത്തെ മൊത്തത്തിലുള്ള ഒരു ക്ലൈമറ്റ് തന്നെ മാറിപ്പോയ ഒരു അവസ്ഥ ഈ കുറഞ്ഞ ദിവസങ്ങളിലാണ് ഉണ്ടായത്. അപ്പോൾ വയനാടിൻ്റെ എല്ലാ ഭാഗവും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ നിരന്ന സ്ഥലങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത്, വയലുകളാവട്ടെ മറ്റാവട്ടെ, അതെ, കോറികളുടെ പ്രവർത്തനം. ഇപ്പോൾ വല്ലാർപാടം, ഇപ്പം നമ്മുടെ കേരളത്തിൽ വന്ന വല്ലാർപാടം വികസനം നല്ലത് തന്നെ, അവിടെ എല്ലാം വേണം. എന്നിരുന്നാൽ കൂടിയും ഇപ്പോഴത്തെ കോറികൾക്ക് അനുമതി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കോറികൾക്ക് അനുമതി ഇല്ലായിരുന്നു. ഇപ്പം കോറികൾക്ക് അനുമതി കൊടുത്തത് വല്ലാർപാടത്തിൻ്റെ പണി നടക്കാൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്തതാണ്. അപ്പോൾ ഈ കോറികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയൊരു മല, ഒരു വലിയൊരു പാറയുള്ള മല, അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ലേ, ഒരു പാറയുടെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ ഒരു ശക്തമായ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനൊരു നിലനിൽപ്പില്ല. അതും ഒരു പ്രതിസന്ധിയാണ് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. കോറി മാഫിയകൾ അത് നല്ല രീതിയിൽ തന്നെ വയനാട്ടിൽ അത് ഫലിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ വയനാട്ടിലൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, നമുക്ക് ഈ ആകെ ആശ്രയിക്കാൻ പറ്റുന്നത് 3 ചുരങ്ങളാണ്. ഈ 3 ചുരത്തിന് ഇപ്പം നമുക്ക് പറയുന്നത് ഇപ്പം ഒരു തുരങ്കപാത കൂടി ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട്. അത് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ മലം പൊട്ടിയ സ്ഥലത്തല്ലേ, ഈ പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് തുരങ്കപാത ഉണ്ടാക്കാൻ പോകുന്നത്. അതൊക്കെ വികസനങ്ങളാണ്. ഇത് വയനാട് ജില്ലയിലുള്ള മനുഷ്യന്മാരെന്താണെന്നോ ഇതൊന്നും കൺസിഡറേ ചെയ്യുന്നില്ല ആൾക്കാർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളൊരു കൃത്യമായൊരു സ്റ്റഡി, ഓരോ സ്ഥലത്തിനും കൃത്യമായൊരു സ്റ്റഡി നടത്തിയേ വികസനം കൊണ്ടുവരാൻ പാടുള്ളൂ, വികസനത്തിനെതിരല്ല. വയനാട് ജില്ലയിൽ പ്രാഥമികമായിട്ട് വേണ്ട കുറേ സംഗതികളുണ്ട്. വയനാട് ജില്ലയിൽ നല്ലൊരു ഹോസ്പിറ്റൽ വേണം, വയനാട് ജില്ലയിൽ നല്ലൊരു ഗതാഗത സംവിധാനം വേണം. ഒന്ന് ആശ്രയിക്കണമെങ്കിൽ 3 ചുരങ്ങളേ ഉള്ളൂ. ഇപ്പോൾ വയനാട് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട സ്ഥിതിയായിരുന്നു. ഈ 13 നമുക്ക് ഇത്ര ഒരു ദുരന്തം വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ സന്നദ്ധ സംഘടനേൻ്റെ കയ്യിൽ ആകെ ഉണ്ടാകുന്ന തൂമ്പയും കത്തിയും മാത്രമാണ്. ഇവർ ജീവനും കൊടുത്തിട്ട് നമ്മളും ഇറങ്ങുകയാണ് അതിലേക്ക്. നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കണം എന്നുള്ള അവിടെ ഒന്നും നോക്കാതെ ഇറങ്ങുകയാണ്. പക്ഷേ ഈ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന്, അതായത് ഈ പട്ടാളത്തിൻ്റെ അടുത്തുള്ള ഈ സജ്ജീകരണങ്ങളൊക്കെ അവരെ കയ്യിലുള്ളത്, സാങ്കേതിക ടെക്നോളജി കംപ്ലീറ്റ് അവരെ കയ്യിലാണ്. അവർ വരുന്നത് കൊല്ലത്തുനിന്ന് വരുന്നത് 13 മണിക്കൂർ ലേറ്റാണ്. അപ്പോഴത്തേക്ക് ഇവിടെ പോകേണ്ട ആൾക്കാരൊക്കെ പോയി. അപ്പോൾ ഞാൻ പറയുന്നത് വയനാട് ജില്ലയിലേക്ക് നിങ്ങൾ കേരളത്തിൽ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിട്ട് വയനാട് ജില്ലയിലുള്ള ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ കൊലക്ക് ഇനിയും കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കൽപ്പറ്റ ടൗണിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പോയതിനേക്കാളും ഒരുപാട് മാറ്റങ്ങളാണ് ഈ വർഷം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 5 വർഷം കൽപ്പറ്റ വരാത്ത, അല്ല വയനാട്ടിൽ വരാത്ത ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു കോഴിക്കോട് സിറ്റി പോലെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വല്ലാത്തൊരു മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10 വർഷക്കാലമായിട്ടാണ് ഈ ഒരു വികസനം വന്നു തുടങ്ങിയത്.
അപ്പോൾ ഏതായാലും പല ഭാഗങ്ങളിൽ നിന്നിപ്പോൾ കേരളത്തിന് വയനാട്ടിലേക്കായിട്ട് സഹായങ്ങൾ വന്ന് ചേരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സമയമെടുക്കുമായിരിക്കും ഒരു പക്ഷെ അത് തിരിച്ച് ആ ഒരു നാട് തിരിച്ചെത്താനായിട്ട് ഒരുപാട് സമയമെടുക്കുമായിരിക്കും. പക്ഷെ ഏതായാലും സഹായങ്ങൾ പല വിധത്തിൽ എത്തുന്നുണ്ട്. അത് യഥാർത്ഥ അവകാശികൾക്ക് തന്നെ എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വയനാട്ടുകാരാണ് നിങ്ങൾ, വയനാട്ടിലെ സ്വന്തം അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവെച്ചത്. വളരെയധികം നന്ദി.